ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവികയെ കാണുന്ന ശാരിക, ചേച്ചിക്ക് ഒന്നും അയാളോട് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അയാളും അയാളുടെ അച്ഛനും അമ്മയും ചേർന്ന് ചേച്ചിയുടെ മുന്നിൽ കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് ചോദിച്ചപ്പോൾ ചേച്ചി എല്ലാം മറന്നു. പക്ഷേ ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ചോരയ്ക്ക് ഞാൻ കണക്ക് ചോദിക്കും എന്നെല്ലാം ശാരിക പറയുന്നുണ്ട്. അപ്പോൾ ദേവികയുടെ ആ ഭാവമാറ്റം, ദേവികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ദേവികയുടെ ആ ഭാവമാറ്റം കാണുന്ന ശാരികയാണെങ്കിൽ എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഞാൻ നന്ദുവിനെ കാണാനാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞ സത്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ദഹിക്കുന്നില്ല ശാരികയെ. നന്ദു ഒരാളെ കൊന്നു. ഇത് കേട്ട് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാവുന്നുണ്ട് ശാരിക. തുടർന്ന് അച്ഛന് സംഭവിച്ചതും നന്ദുവിൻ്റെ കയ്യിൽ നിന്നും പറ്റിയൊരു കയ്യബദ്ധമാണെന്നുള്ള കാര്യങ്ങളും ദേവിക തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ നന്ദേട്ടൻ ആരെ കൊന്നു എന്നാണ് ചേച്ചി പറയുന്നതെന്ന് ശാരിക ചോദിക്കുമ്പോൾ ഋഷിയാണ് എന്ന് ദേവിക ആ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. ഇനി ഈ കൊലപാതകത്തിൻ്റെ ബാക്കി സത്യങ്ങൾ മിക്കവാറും ശാരിക തന്നെയായിരിക്കും അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. പിന്നീട് മകൻ്റെ മേൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് കണ്ട് ഭയന്ന പ്രഭാവതി പരിഹാരം കാണാനായിട്ട് ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ എത്തുന്നുണ്ട്. അവിടെ വെച്ച് ജ്യോത്സ്യൻ പ്രഭാവതിയോട് ചില കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ നിങ്ങളിൽ നിന്നും ഈ വീട്ടിൽ നിന്നുമൊക്കെ ഒരുപാട് അകലാൻ പോവുകയാണ്. കുറച്ചു കാലം അവൻ മാറി നിൽക്കേണ്ടി വരും. അതായത് ജയിൽവാസം എന്ന് ജ്യോത്സ്യൻ സൂചിപ്പിക്കുന്നതോടുകൂടി ഇത് പ്രഭാവതിയെ കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട്. മറുവശത്ത് ദേവിക ചന്ദ്രോത്ത് വീട്ടിൽ വന്ന കാര്യങ്ങളും പ്രഭാവതി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതെല്ലാം ഇസബെല്ല അറിയുന്നുണ്ട്. ഇനി താൻ മിണ്ടാതിരിക്കുകയില്ലെന്നും താൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നും ഇസബെല്ല വെല്ലുവിളിക്കുന്നു. കാരണം ഋഷിയുടെ കൊലപാതക കേസ് ദേവിക പൂർണ്ണമായിട്ട് കണ്ടുപിടിച്ചാൽ തൻ്റെ എല്ലാ പ്ലാനുകളും അതോടുകൂടി തകരുമെന്ന് ഇസബെല്ലയ്ക്ക് നന്നായിട്ട് അറിയാം. ഇതേസമയം കെവിൻ ആണെങ്കിൽ ഇപ്പോൾ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത ഒരവസ്ഥയിലാണ്. കെവിൻ ഇസബെല്ലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ആത്മാർത്ഥമായിട്ടല്ല. ഇതിനിടയിൽ ശാരിക തന്നെ വിട്ടുപോകുമോ, തൻ്റെ പ്രണയം തകരുമോ എന്നുള്ളൊരു പേടി തന്നെയാണ് കെവിനുള്ളത്. അതുകൊണ്ട് തന്നെ കെവിൻ വൈകാതെ തന്നെ എല്ലാ സത്യങ്ങളും ശാരികയോട് തുറന്ന് പറയാനുള്ള ചില നിമിഷങ്ങൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. പിന്നീട് ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് കഥയിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വലിയ ദുരന്തം തന്നെയാണ് സംഭവിക്കുന്നത്. അത് മറ്റാരുടേതുമല്ല, മാധവേട്ടൻ്റെ കാര്യത്തിലാണ്. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ദേവിക ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടറാണെങ്കിൽ അതീവ ദുഃഖത്തോടെ ആ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കാര്യം ഡോക്ടർ അറിയിക്കുന്നു. അപ്പോൾ ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ട് അവിടെ നിൽക്കുന്ന രാധികയും ദേവികയും ശാരികയും പൂർണ്ണമായിട്ട് തകർന്നു പോവുകയാണ്. ഒരു പെൺമക്കൾക്കും താങ്ങാൻ കഴിയാത്ത ഒരു വിയോഗം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതും തങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന നന്ദൻ്റെ കൈകൊണ്ട് തന്നെ ഇങ്ങനെയൊരവസ്ഥ അച്ഛന് വന്നു എന്ന് ഓർക്കുമ്പോൾ അവർക്കത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. രാധിക അലറി നിലവിളിച്ചുകൊണ്ട് മാധവൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ചേതനയേറ്റ മാധവൻ്റെ ശരീരം കാണുമ്പോൾ തന്നെ അവർ വല്ലാതെ വെട്ടിവിറയ്ക്കുന്നുണ്ട്. മാധവൻ മുൻകാലങ്ങളിൽ ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് പെൺമക്കളെ ഒരുപാട് സ്നേഹിച്ച ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ മാധവൻ്റെ ഈ വിയോഗം അവർക്കെല്ലാവർക്കും വലിയൊരു സങ്കടം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ മരണം ഉറപ്പായ സ്ഥിതിക്ക് ഇനി ദേവിക അടങ്ങിയിരിക്കില്ല. നന്ദനെ ജയിലിൽ അടയ്ക്കുക തന്നെ ചെയ്യും. പക്ഷേ ദേവിക തന്നെയായിരിക്കും ഇനി നന്ദനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്നാൽ നന്ദൻ്റെ കാര്യത്തിൽ നമ്മൾ വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം ഒരു അബദ്ധത്തിലൂടെ സംഭവിച്ചതാണ്. എന്നാൽ ഇതിലൂടെ മറ്റൊരു വലിയ കാര്യം കൂടി സംഭവിക്കാൻ പോവുകയാണ്. ഋഷിയുടെ കൊലപാതക കേസ് തെളിയുന്നതിനോടൊപ്പം മരിക്കാത്ത ഋഷിയുടെ നാടകങ്ങളും ഇതോടുകൂടി അവസാനിക്കും. പല തിന്മകൾക്കും അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ടാണ് കഥ ഇപ്പോൾ ഈ രീതിയിൽ മാറിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെയധികം സസ്പെൻസ് നിറഞ്ഞ എപ്പിസോഡുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ചന്ദ്രോത്തും ദേവിയേക്കും ഒക്കെ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വലിയ ദുരന്തത്തിന് പിന്നിൽ തൻ്റെ മകൻ ഋഷിയാണല്ലോ, ഋഷിയുടെ അടങ്ങാത്ത പകയാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന അരുന്ധതി എല്ലാ സത്യങ്ങളും ദേവികയോട് തുറന്നു പറയും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന സുഖമോദേവി സീരിയലിൻ്റെ കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്